മതി. ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. താങ്ക്സ് മക്കളെ. എന്തിനാ ഗോപാൽജി താങ്ക്സ് ഒക്കെ? ഇത് ഞങ്ങളുടെയും പ്രതികാരമല്ലേ? ശരി എന്നാ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓക്കെ ഗോപാൽജി. ഇനി അനിതയെ വിളിച്ച് കാര്യം പറയണം. രാവിലെ തന്നെ അവൾക്ക് സെർച്ച് വാറണ്ട് കിട്ടുന്നതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. മുകുന്ദൻ വക്കീലായതുകൊണ്ട് അതില്ലാതെ പരിശോധന നടത്താൻ സമ്മതിക്കില്ല. ശരിയാ, നീ നമ്മുടെ വക്കീലിനെ വിളിച്ച് കാര്യം പറ. ശരി. ആ അനിതേ, നിനക്ക് നാളെ ഒരു പണിയുണ്ട്. വക്കീലെ, താൻ കുടിച്ചോളൂ. ഞാൻ പിന്നെ കുടിച്ചോളാം. അതെന്തോടിയാ? ഇത് താൻ കുടിച്ചോ, ഞാനിത് കുടിച്ചോളാം. ഉറുമ്പ്. പുതിയ പ്രശ്നമായിട്ട് പോലീസുകാർ വരുന്നുണ്ടല്ലോ. ഇതങ്ങ് വെച്ചേര്. ഇത്തവണ എന്താണ് സാറേ പ്രശ്നം? ഗോപാൽജിയുടെ വീട്ടില് ഒരു മോഷണം നടന്നിട്ടുണ്ട്. സ്വപ്നയ്ക്ക് വിവാഹത്തിന് കിട്ടിയ ആഭരണങ്ങളാണ് മോഷണം പോയത്. അവർക്ക് മഹിമയാണ് സംശയം എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഈ വീടും പരിസരവും ഒന്ന് പരിശോധിക്കണം. അതിന് സെർച്ച് വാറന്റ് ഉണ്ടോ സാറേ? ഇതൊക്കെ ഞാൻ നേരത്തെ വാങ്ങി വെച്ചിരുന്നു. ഒരു വക്കീലിന്റെ വീട്ടിലല്ലേ തൊണ്ടി മുതൽ തിരയേണ്ടി വരുന്നത്. ചില മുൻകരുതലുകളൊക്കെ എടുക്കുന്നത് നല്ലതല്ലേ? നിങ്ങൾ രണ്ടുപേരും അകത്ത് പരിശോധിക്കും. സാധനങ്ങൾ വല്ലതും താഴെ ഇട്ട് പൊട്ടിച്ച സ്റ്റേഷനിൽ വന്ന് ഞാൻ കാശ് മേടിക്കും, കേട്ടല്ലോ? ഇവരെന്താടാ തിരയുന്നത്? സ്വപ്നയുടെ ആഭരണങ്ങൾ ആരോ മോഷ്ടിച്ചു. അതിന്റെ ഞാനെടുത്തുന്ന ഇവരുടെ വിചാരമേ. മഞ്ജു, മഹിമയുടെ ദേഹപരിശോധന നടത്തും. ഞാനോ? പിന്നെ ഞാനോ? എന്താ മഞ്ജു ഇത്? ശരി സാർ. കൈയൊന്ന് അകത്തി പിടിക്കാം. നീയാണ് മാല എടുത്തെങ്കിൽ എന്നോട് പറ. നമുക്ക് ആരും കാണാതെ അത് തിരിച്ചു കൊടുക്കാം. നിന്റെ പേരിൽ കേസൊന്നും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം. ഓ വേണ്ട, നിങ്ങളെ കണ്ടിട്ട് എന്തായാലും കേസ് എടുക്കണമെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചു വന്നവരായിട്ടാ തോന്നുന്നത്. കേസെടുക്കാനുള്ള വഴി നോക്ക്. എടി, സാറും മഞ്ജു ഇവിടെ നിൽക്കാതെ അകത്തേക്ക് കയറിയിരിക്കാം. വാ സാറേ. ശരി, വാ മോളെ. ഹലോ ഗോപാൽജി. എന്തായി, കിട്ടിയോ? ഇല്ല, നേരെ വന്ന് ഇറങ്ങിയ ഉടനെ ആഭരണം പോയി എടുത്താൽ എല്ലാവർക്കും സംശയം തോന്നില്ലേ? അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ കുറച്ച് അന്വേഷിച്ചതിന് ശേഷം ആഭരണം എടുക്കാന്ന് കരുതി. അതൊക്കെ ഇപ്പോ ആവശ്യത്തിനുള്ള സമയമായല്ലോ, പോയി ആ ആഭരണം എടുക്ക്. ശരി ശരി. പിന്നെ കോള് കെട്ടിയണ്ട. ആ ഇത് തന്നെയായിരിക്കും ഗോപാൽജി പറഞ്ഞ മരം.
ഇല്ല ഗോപാൽജി. നന്നായി നോക്കാനതേ. ഇവിടെ ഒന്നും ഇല്ലെന്ന്. ഇവിടെ ഒന്നും കാണുന്നില്ല ഗോപാൽജി. ഗോപാൽജി, എന്തായി, കിട്ടിയോ? ഇനി ഈ വീട്ടിൽ നോക്കാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. ആഭരണങ്ങൾ ഇവിടെ എവിടെയും ഇല്ല. ആഭരണങ്ങൾ അവിടെ തന്നെ ഉള്ളത്. അതെന്റെ അമ്മയുടെ ആയിരുന്നു. മര്യാദക്കത് കണ്ടുപിടിച്ചോണം. അമ്മയുടെ ആഭരണങ്ങളൊക്കെ ആരെങ്കിലും ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് കൊടുക്കൂ. പണക്കാർക്ക് ബുദ്ധി ഉണ്ടാവില്ലെന്ന് ഇങ്ങനെയുള്ളവരെ കാണുമ്പോഴാ തോന്നുന്നത്. എന്റെ പൊന്ന് സാറേ, ഇവരിത് കുറെ നേരം ആയല്ലോ. പോകാനുള്ള ഉദ്ദേശമൊന്നും ഇല്ലേ? ഒരു മിനിറ്റ്. അനിതേ, ഇനി ഇവിടെ നിന്ന് പ്രശ്നമാവുന്ന എനിക്ക് തോന്നുന്നത്. നമുക്ക് പോകാം. അങ്ങനെ പോവാനൊന്നും പറ്റില്ല. മുകളിൽ നിന്ന് പ്രഷറുള്ള കേസാ. ഇവിടുന്ന് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാതെ പോവാൻ പറ്റില്ല. എന്താന്ന് വെച്ചാ കാണിക്ക. വാ മോളെ. എന്തു പറ്റും മോളെ? അവൻ എന്തോ പ്രശ്നം ഒപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാ. അവൻ അവിടെ എന്തോ കുഴിച്ചിട്ടൂന്ന് എനിക്ക് തോന്നുന്നേ. അതെന്താ അങ്ങനെ തോന്നാൻ കാരണം? അവൻ ഇട്ടിരുന്ന ജീൻസിന്റെ മുട്ടിന്റെ ഭാഗത്ത് ചെളി ഉണ്ടായിരുന്നു. അയ്യോ, അവൻ അവിടെ മുട്ടുകുത്തി നിന്ന് എന്തെങ്കിലും കുഴിച്ചിട്ട് കാണും. ആഹാ, എന്നാ നോക്കിട്ടെന്നെ കാര്യം.